ഒരു വലിയ മഴ പെയ്തപ്പോൾ തന്നെ മുട്ടറ്റം വെള്ളത്തിൽ മുങ്ങിയ ഇടപ്പള്ളി ടോൾ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്ര നേരം നല്ല ഒരു തെളിവുണ്ടായിരുന്നു. ഇടപ്പള്ളിയിലെയും ദേശീയപാതയിലെയും ഇടവഴികളിലുമൊക്കെ വെള്ളം ഇന്ന് പുലർച്ചയോടെ ഇറങ്ങി തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ മാനം അല്പം മൂടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ നിരവധി വാഹനങ്ങളാണ് എഞ്ചിനിൽ വെള്ളം കയറി കേടായി കിടന്നത്. ആൾക്കാർക്ക് കുറുകെ കടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം ഇന്നലെ പെയ്ത മഴയുടെ ദുരിതങ്ങൾ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കളമശ്ശേരി, മൂലേപ്പാടം മേഖല തുടങ്ങിയിടങ്ങളിലൊക്കെ ഇന്നലെ പെയ്ത മഴയുടെ ദുരിതമുണ്ട്. പലയിടത്തും വീടിൻ്റെ മതിലുകൾ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. വീടിനുള്ളിൽ ചെളി കയറിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഡോക്ടർ എം ലീലാവതിയുടെ തൃക്കാക്കരയിലെ വീട്ടിൽ വെള്ളം കയറി പുസ്തകങ്ങൾ ഉൾപ്പെടെ അവയിൽ നശിച്ചു പോകുന്ന കാഴ്ച. ഇതൊക്കെ ഇനിയും വൃത്തിയാക്കാനുണ്ട്. ചില വീടുകളിലൊക്കെ വൃത്തിയാക്കൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതേസമയം കളമശ്ശേരി മേഖലയിൽ കഴിഞ്ഞ വർഷവും വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുൻപ് പറയത്തക്ക വെള്ളക്കെട്ട് ഉണ്ടാവാത്തതാണ്. പലപ്പോഴും ഓടകൾ അടഞ്ഞു പോകുന്നതും വയൽ പ്രദേശങ്ങൾ മറ്റും നികത്തി കെട്ടിടങ്ങൾ വരുന്നതുമൊക്കെയാണ് ഇത്തരം വെള്ളക്കെട്ടിന് കാരണമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ വെള്ളക്കെട്ട് അകറ്റാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഓടകൾ വൃത്തിയില്ലാത്തതും ഓടകൾ പൂർണ്ണമായി ശുചീകരിക്കാത്തതുമാണ് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇത്ര നേരം നല്ല വെയിലായിരുന്നു എങ്കിൽ തന്നെ പെട്ടെന്ന് മാനം മൂടിയിട്ടുണ്ട്. അതേസമയം എറണാകുളം ജില്ലയിൽ ഒരിടത്തും നിലവിൽ ഇതേവരെ ഇന്ന് പുലർച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല. കിഴക്കൻ മേഖലകളായ കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങിയിടങ്ങളിലും ഇന്നലെ വലിയ തോതിൽ മഴ പെയ്ത അങ്കമാലി മേഖല ഉൾപ്പെടെ നിലവിൽ ഒരിടത്തും മഴ പെയ്തിട്ടില്ല. അതേസമയം കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ട്. നല്ല തെളിവാണ്. ഇടയ്ക്ക് ആ തെളിവ് മാറി മൂടിക്കെട്ടി വരുന്ന ഒരു അന്തരീക്ഷവുമുണ്ട്. എന്തായിരുന്നാലും ഇന്ന് മഴ പെയ്യാതിരുന്നാൽ ദുരിതം ഒഴിവാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം ഇന്നലത്തേതുപോലെ തന്നെ മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായോ അതല്ലെങ്കിൽ അത്ര ശക്തമായ മഴ പെയ്താൽ സ്വാഭാവികമായും വീണ്ടും ആ നഗരവും അല്ലെങ്കിൽ ഇടവഴികളുമൊക്കെ വെള്ളക്കെട്ടിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. ഇന്നലത്തെ പെയ്ത്തിന്റെ കൊച്ചിയിൽ എന്നുള്ളതാണ് ആശ്വാസം നൽകുന്നത്. ഒപ്പം തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നല്ല തെളിഞ്ഞ ആകാശമാണ്. നിലവിൽ ഇപ്പോൾ മഴക്കാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരുട്ട് വരുന്നുണ്ട്, കാലാവസ്ഥ മാറി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എങ്കിലും നിലവിൽ ആശ്വാസം നൽകുന്ന ഇടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. പ്രദീപ് വിവരങ്ങൾ നൽകിയത്.